രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് വൈസായിട്ട് ഒരുപാട് കോണ്ടന്റ് ഇടുന്ന ആൾക്കാർ ദേ ഓൺലി ഷോ ദ ഹൈലൈറ്റ്സ്. അതായത് റിലേഷൻഷിപ്പിലുള്ള ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഗുഡ് ഇവന്റ്സ് മാത്രമേ കാണിക്കുള്ളൂ, ദ ഹോൾ റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്ക്രീനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് നോക്കുമ്പം അവർ ട്രാവൽ ബ്ലോഗ്സ് ഉണ്ട്, മാച്ചിങ് ആയിട്ട് ഔട്ട്ഫിറ്റ് ഇടുന്നുണ്ട്, അവർ ഡേറ്റിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഇക്കാര്യം ചെയ്തു, അത് ചെയ്തു, അല്ലെങ്കിൽ ദേ ആർ വെരി ഹാപ്പി എന്നുള്ള രീതിയിലായിരിക്കും അത് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാപ്പി മൊമെന്റ്സ് ഒരു കപ്പിളുടെ ഭാഗത്ത് നിന്ന് കാണുന്ന സമയത്ത് ദർ ആർ ചാൻസസ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട്, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ടല്ലോ, ഡിസഗ്രിമെന്റ്സ് വരുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഹോൾ റിലേഷൻഷിപ്പ്, അത് ഒരു ചെറിയൊരു ഹൈലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫോണിൽ കാണുന്ന കപ്പിളാണെങ്കിലും ക്യാമറയിൽ ഓഫ് ക്യാമറ നിൽക്കുന്ന സമയത്ത് അവർക്കും ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും, അവർക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലും ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ അത് ഐഡിയലൈസ് ചെയ്ത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് വി ഫൊഗെറ്റ് അതിൻ്റെ പുറത്ത്, ക്യാമറേൻ്റെ പുറത്ത് അവർക്കും ഒരു ലൈഫ് ഉണ്ട്, റിയൽ ലൈഫല്ല ഈ റീൽസിലൊക്കെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പല ആൾക്കാരും മറന്നു പോകാറുണ്ട്.